Hi all, welcome back to a new video of Shan's Little Hut. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നന്നാരി സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നന്നാരി സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഈ സിറപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും വാട്ടറും ഷുഗറും അതേപോലെ മുട്ടയുടെ ഒരു മുട്ടയുടെ വെള്ളയാണ് ഇവിടെ ഞാനിന്ന് എടുത്തിട്ടുള്ളത്. അത്രയും മാത്രം മതി. പിന്നെ നന്നാരിയുടെ വേരും. നന്നാരി എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒറ്റമൂലിയാണ്. പലർക്കും അതറിയില്ല. കാരണം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു വേരാണത്. അത് രക്തം ശുദ്ധിയാക്കാനുള്ള ഏറ്റവും നല്ല ഒരു മരുന്നാണ് നന്നാരി. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. നല്ലൊരു എസൻസ് തന്നെയാണ് നന്നാരി എന്ന് പറഞ്ഞാൽ. ഞാനൊരു ദിവസം ഇങ്ങനെ പാടത്തൂടെ ഇറങ്ങിയപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് എല്ലാവരെയും ഒന്ന് കാണിക്കാമല്ലോ. ഇതിൻ്റെ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല, നല്ല ഈസിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ചെയ്താലോ എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ വേരൊക്കെ പറിച്ചെടുത്തിട്ട് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. പലർക്കും ഇതിൻ്റെ ഇത്രയും ഗുണങ്ങളൊന്നും അറിയില്ല. ഇത്രയും നല്ലൊരു മെഡിക്കൽ വാല്യൂ ഇതിനുണ്ടെന്നും എല്ലാവർക്കും ഒന്നും അറിയില്ല. ഈ ഒരു പ്ലാന്റിൻ്റെ വേരാണ് നമ്മൾ സിറപ്പിലേക്ക് എടുക്കുന്നത്. കുറച്ച് വേര് മാത്രം മതി, അത് തന്നെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സിറപ്പ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരിലേക്കുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിങ്ങിലോട്ട് കിടക്കാം. ഞാൻ അടുപ്പിൽ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ കുറച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുക ആയതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. 250 ഗ്രാം ഷുഗറൊക്കെ ഇത് ഉണ്ടാകുള്ളൂ. 250 ഗ്രാം ഷുഗർ നല്ല ചൂടായ പാത്രത്തിലോട്ടാണ് കേട്ടോ, അടി കട്ടിയുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് ഷുഗർ നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം. ആദ്യമൊന്നും വെള്ളമൊന്നും ഒഴിക്കരുത്. നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ട് അതിന് ശേഷം മാത്രമേ ഇതിലോട്ട് വാട്ടർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 1 കിലോ ഷുഗറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1 ലിറ്റർ വാട്ടറും കൂടെ ആഡ് ചെയ്താൽ ഏകദേശം 1 ലിറ്ററിൽ കൂടുതൽ സിറപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതാ പറിച്ചെടുത്ത നന്നാരിയുടെ വേര് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ആ വേര് ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. നമുക്ക് അതൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ആ ഷുഗർ മെൽറ്റായി വന്നതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാ നമ്മുടെ ഷുഗർ ഇവിടെ നന്നായി മെൽറ്റായി വരുന്നുണ്ട്. നന്നായി മെൽറ്റായി വന്നതിന് ശേഷം മാത്രം ആ വേര് ചതച്ചെടുത്തത് നമുക്ക് ഈ ഷുഗറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോട് കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 250 ഗ്രാം ഷുഗറിന് ഒരു 300 ഗ്രാം വാട്ടർ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് എഗ് വൈറ്റാണ്. ഞാനിവിടെ ഒരു മുട്ടയുടെ കുറച്ച് വൈറ്റ് എടുക്കുന്നുണ്ട്.
അത് നമുക്ക് ഈ ഷുഗർ സിറപ്പിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കുന്നത് ഷുഗറിലുള്ള ചെളിയൊക്കെ ഒന്ന് അരിച്ചെടുക്കാനാണ്. ഇത് എഗ് വൈറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ ഒരു പതപതയായിട്ട് മുകളിൽ ചെളിയൊക്കെ അടിഞ്ഞുകൂടുന്നത് കാണാം. ഇപ്പോൾ നമ്മളിത് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാ മുകളിൽ കുറച്ച് പതയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതിലുള്ള ചെളിയാണ്. ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലുള്ളതെല്ലാം കോരിയെടുത്ത് മാറ്റാം. അപ്പോൾ ഈ സിറപ്പ് പെർഫെക്റ്റ് ക്ലീനായിട്ട് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ കുറച്ച് നേരം തിളപ്പിച്ചാൽ ഇതിലുള്ള ഫുള്ള് ഇമ്പ്യൂരിറ്റീസും നമുക്കിങ്ങനെ എടുത്തു മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇത് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നല്ലൊരു കട്ടിയായിട്ട് വരുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റും സ്മെല്ലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണല്ലേ. അപ്പോൾ ഇതാ വലിയ കട്ടിയായിട്ട് വന്നിട്ടില്ല. കുറച്ച് സമയത്തിന് ശേഷം നോക്കുമ്പോൾ നല്ല കട്ടി സിറപ്പായിട്ട് വന്നിട്ടുണ്ടാവും. ഒരാളിതാ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് നോക്കാൻ കൊടുത്തതാണ്. ഇപ്പോൾ പിന്നെ അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു ഇതിൻ്റെ ടേസ്റ്റൊക്കെ. അപ്പോൾ അതിങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നും പറഞ്ഞ് അതും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സിറപ്പ് ഞാനൊരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറപ്പ് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേടുവരാതെ ഇരിക്കും. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സിറപ്പ് നമ്മൾ കുറേ ദിവസം വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ടല്ലേ, അതുപോലെ തന്നെ ഇതും നമുക്ക് കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കും. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ലേ, എല്ലായിടത്തും കാണുന്ന ഒരു പ്ലാന്റുമാണ് നമ്മുടെ നന്നാരി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളും ഫീഡ്ബാക്സും ഒക്കെ എന്നെ അറിയിക്കുക. നിങ്ങളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഒരു അടിപൊളി റെസിപ്പിയായിട്ട് നെക്സ്റ്റ് ടൈം വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവരും കാത്തിരിക്കുക.
ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.